പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ നന്മയിലേക്ക് വളരുവാൻ, ഉയരുവാൻ ഈ കടന്നു വരുന്ന നിമിഷങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. വളരെയേറെ പ്രതീക്ഷയോട് കൂടിയിട്ട് നിന്റെ സന്നിധിയിലിരിക്കുന്ന മക്കൾക്ക് അവിടുന്ന് തരുന്ന ദൂത് പറഞ്ഞറിയിക്കുവാൻ ആവശ്യമായ കൃപാവരം നൽകി എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലൂക്കയുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യത്തിൽ കുഷ്ഠരോഗികളെ കർത്താവ് കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. ശ്രദ്ധിക്കാം. ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ അവർ സമറിയായിക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോകുകയായിരുന്നു. അവർ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഞങ്ങളിൽ കനിയണമേ. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്നുകൊണ്ട് യേശുവിനെ നോക്കി വിളിച്ചപേക്ഷിക്കുകയാണ്, ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന്. അവരുടെ നിലവിളി കർത്താവ് കേട്ടു. എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗികൾ പോകുന്ന ആ ഇടത്തേക്ക്, ആ വഴിയിലേക്ക് യേശു വരികയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വഴി ഒരുക്കുന്നവനാണ് കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുന്നവനാണ് യേശു കർത്താവ്. ജീവൻ തന്നവനെ ഓർത്തെടുക്കുന്നതാണ്, സ്മരിക്കലാണ് ജീവിതത്തിൻ്റെ ദൗത്യമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് പൗരോഹിത്യ ജീവിതം തന്ന, നമുക്ക് കുടുംബജീവിതം തന്ന, നമുക്ക് ജീവിതം തന്ന ആ ദാതാവിനെ ഓർത്തെടുക്കുന്നതാണ് ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഈ തിരിച്ചറിവാണ് വലിയ അടുപ്പത്തിലേക്കും വലിയ ആശ്രയബോധത്തിലേക്കും നമ്മെ നയിക്കുന്നത്. അവിടെയാണ് വിശ്വാസം വളരുന്നത്. എവിടെ വിശ്വാസം വളരുന്നുവോ, എവിടെ ദൈവാശ്രയബോധം വളരുന്നുവോ, അവിടെയൊക്കെ എൻ്റെ വഴിയിൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ആ 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. കർത്താവ് ആ വഴിയെ വന്ന് നിൽക്കുകയാണ്. അവരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ദൈവാലയത്തിൽ പോയി പുരോഹിതരെ കാണിച്ചു കൊടുക്കുക. പോകുന്ന വഴിക്ക് 10 പേരും സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗത്തിൻ്റെ വഴികളിൽ, നമ്മുടെ ദുഃഖത്തിൻ്റെ വഴികളിൽ, പഠിക്കാൻ പറ്റാത്ത കുട്ടികളുടെ വഴികളിൽ, നമ്മുടെ രോഗശയ്യകളിൽ, നാം കേൾക്കുന്ന അപവാദങ്ങളിൽ, നമ്മുടെ നാശനഷ്ടങ്ങളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ ദുരന്തങ്ങളിൽ, ഈ വഴികളിലൊക്കെ കർത്താവ് വന്ന് നിൽക്കുന്നുണ്ട് വഴി ഒരുക്കുവാനായിട്ട്. ആ വഴി ഒരുക്കി തരുന്ന കർത്താവിനെ കാണുവാൻ, കേൾക്കുവാൻ, ശ്രവിക്കുവാൻ, അനുസരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. അതിന് നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. ചിലർ പറയാറുണ്ട്, ഞാൻ 10 ധ്യാനത്തിന് കൂടി എന്നിട്ട് ഒരു വ്യത്യാസം ഉണ്ടായില്ല, ഞാൻ കൺവെൻഷനിലൊക്കെ പങ്കെടുത്തു എന്നിട്ട് ഒരു പ്രയോജനം കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരുങ്ങണം. നമ്മൾ ഏത് ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ഒരുങ്ങണം.
നമ്മുടെ വഴിയിൽ വന്ന് നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ നേരായ വഴിയിലേക്ക് നടക്കാനായിട്ട്. നമ്മുടെ മുന്നിൽ സകല വഴികളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ, സാഹചര്യങ്ങൾ എനിക്കെതിരായി നിൽക്കുന്നെന്ന് തോന്നുമ്പോൾ, തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ ഒന്നിനുമേൽ വന്നു തീരുമ്പോൾ, ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ അടഞ്ഞ വാതിലുകൾ അവസാനത്തെ വാതിലല്ല. നിന്റെ അടഞ്ഞ വാതിലുകൾ അവസാനത്തെ വാതിലല്ല. ഒരുപക്ഷെ ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടിയിൽ നിൽക്കുന്നവരുണ്ടാകാം. ഒരുപക്ഷെ ഇനി ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ വക്കോളം എത്തി നിൽക്കുന്നവർ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരുണ്ടാകാം. അവരോടൊക്കെ ആയിട്ടാണ് യേശു പറയുന്നത്, സഹോദര, സഹോദരി, നിന്റെ അടഞ്ഞ വാതിലുകൾ അവസാനത്തെ വാതിലല്ല. നിനക്കൊരു വാതിൽ, നിനക്കൊരു വഴി കർത്താവ് തുറന്നു തരുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷത്തിൽ മനോഹരമായ ഒരു ഭാഗമുണ്ട്, അപ്പം വർദ്ധിപ്പിക്കുന്നത്. ഒരു വലിയ പുരുഷാരം മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് വചനം ശ്രവിക്കുകയാണ്. സായങ്കാലമായി ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ആൾക്കാരോട് പിരിഞ്ഞു പോകാൻ പറയേ, ഇതൊരു വിജനമായ സ്ഥലമാണ്, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. ശിഷ്യന്മാർ അറിയിച്ചു, ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഈശോ അതെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാവരെയും പന്തികളായിട്ട് 50 പേരായിട്ട് ഇരുത്താനായിട്ട്. പുരുഷന്മാരെല്ലാവരും ഇരുത്തി, എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. യേശു പറയുന്നുണ്ട്, ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ കുട്ടകളിൽ 12 കുട്ടകളിലായി ശേഖരിക്കാൻ. ഞാൻ ചോദിക്കുന്നത്, ആരാണ് ഈ കുട്ട ഇവിടെ കൊണ്ടുവച്ചത്? 5 അപ്പത്തെക്കുറിച്ചും 2 മത്സ്യത്തെക്കുറിച്ചും നമ്മൾ കേട്ടു. ആ കുട്ട കൊണ്ടുവച്ചത് കർത്താവാണ്. ഇത് കഴിയുമ്പോൾ ആകെ തിക്കും തിരക്കും ബഹളം അവിടെ കാണിക്കുന്നില്ല. യേശു പറഞ്ഞത്, ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ ആ 12 കുട്ടകളിൽ ശേഖരിക്കാനാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടി വഴി ഒരുക്കി വെക്കുന്നവനാണ് കർത്താവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വന്നത്. ശിഷ്യന്മാരല്ലല്ലോ ആ കുട്ടകൾ കൊണ്ടുവന്നത്. മറ്റാരോടും ഇതിനിടയ്ക്ക് പറഞ്ഞതായിട്ട് നാം കേൾക്കുന്നില്ല. കർത്താവ് ഒരുക്കി വെച്ചു. കർത്താവ് ഒരുക്കി വെച്ചു. നിന്റെ മക്കളുടെ ഭാവി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന്റെ ഭാവി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു തുണ്ട് സ്ഥലം പോലും താമസിക്കാൻ ഇല്ലാത്തവരുടെ ഭാവി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു, അതിന് കൊടുക്കാൻ പണമില്ല. കർത്താവ് വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. പലരും ധ്യാനത്തിൽ കൂടുന്നു, അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നു, ഞാൻ ആഗ്രഹിച്ചത് കിട്ടുന്നില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുക്കി വെച്ചത് നമുക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. റോമർ 8:28 നാം വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഈ ആശ്രയബോധത്തിന് വരാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു 2:9, കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും അവിടുന്ന് നട്ടു വളർത്തി. എന്നിട്ടാണ് ആദത്തെ ഹവ്വയെ അതിൽ പാർക്കാനായിട്ട് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളെ ആദത്തെ ഹവ്വയെ സൃഷ്ടിച്ചതിന് ശേഷം അവർക്ക് തോട്ടമുണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്തത്. എല്ലാം കർത്താവ് ഒരുക്കി വെക്കുകയാണ്. എന്നിട്ട് അതിൽ താമസിക്കാനായിട്ട് അവരെ
ഏർപ്പാട് ചെയ്യുകയാണ്. വീണ്ടും പറയുന്നുണ്ട്, തോട്ടം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഏദനിൽ നിന്നൊരു നദി. ഒന്ന് നോക്കിയേ പ്രിയപ്പെട്ടവരെ, തോട്ടം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഏദനിൽ നിന്ന് ഒരു നദി പൊട്ടിപ്പുറപ്പെടുന്നു. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും അത് സംരക്ഷിക്കാനുമായി കർത്താവ് അവരെ അവിടെ ആക്കി എന്നുള്ളതാണ് സത്യം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി സർവ്വതും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. അത് കേൾക്കുവാനുള്ള കാത് നമുക്ക് വേണം. അതില്ലാതെയായി തീരുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നീ ഒരു ശുശ്രൂഷകനായിരിക്കാം, ഒരു പ്രേക്ഷിതനായിരിക്കാം, ഒരു കുടുംബനാഥനായിരിക്കാം, ഒരു കുടുംബിനിയായിരിക്കാം. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുവാൻ എന്തേ നിനക്ക് സാധിക്കാതെ പോകുന്നത്? ബൈബിളിൽ മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനാണ് കർത്താവ്. നമ്മുടെ പാതകൾ നേരെയാക്കി തരുന്നവനാണ് കർത്താവ്. അബ്രാഹത്തിന് കുഞ്ഞുണ്ടായി ഇസഹാക്ക്. അവന് 12 വയസ്സായപ്പോൾ അവനെ ബലി കഴിക്കാൻ കൊണ്ടുപോവുകയാണ്. താഴ്വാരത്തിലെത്തിയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഇരിക്കുവിൻ, ഞാനും കുട്ടിയും പോയി ആരാധന അർപ്പിച്ച് തിരിച്ചു വരാം. ഇതാ മകനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ ബലിയർപ്പിക്കാനുള്ള ബലിമൃഗം എവിടെ? അബ്രാഹാം പറഞ്ഞു, അത് കർത്താവ് നമുക്ക് തരും. ഒന്ന് നോക്കണേ പ്രിയപ്പെട്ടവരെ, അവർ നടന്നു നീങ്ങി മോറിയ മലയുടെ മുകളിലെത്തി. അവനെ പിടിച്ച് കിടത്തി. അപ്പോൾ മനസ്സിലായി, ഞാനാണ് ബലിമൃഗമെന്ന്. കടാരം കത്തി കരങ്ങൾ ഉയർത്തിയപ്പോൾ ഇതാ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, കുഞ്ഞിനെ വധിക്കരുത്. കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന മുട്ടാടിനെ പിടിച്ച് ബലിയർപ്പിക്കുക. ആരാണ് ഈ കുഞ്ഞാടിനെ അവിടെ കൊണ്ട് നിർത്തിയത്? ആരാണ് ഈ വഴിയൊരുക്കിയത്? അബ്രാഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചു. അവന് വേണ്ടി ദൈവം വഴിയൊരുക്കി വെച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അബ്രാഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഈ വലിയ പ്രതിഫലം? ദൈവം പറഞ്ഞത് മുഴുവനായി അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അബ്രാഹത്തിന് വേണ്ടി മാത്രമായി ആ കുറ്റിക്കാട്ടിൽ ഒരു മുട്ടാടിനെ കൊണ്ട് നിർത്തി എന്നുള്ളതല്ലേ സത്യം? ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ കൊണ്ടിട്ടു. കാക്കകൾ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തില്ലേ? ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? അവന് ഭക്ഷിക്കാൻ അപ്പവും കഴിക്കാൻ വെള്ളവും കൊണ്ടു കൊടുത്തില്ലേ? നമുക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കി വെച്ചിട്ടുണ്ട്. ആരും നഷ്ടധൈര്യരായി തീരരുത്. പ്രായപൂർത്തിയായിരിക്കുന്ന മകൾ വിവാഹം എങ്ങനെ കഴിച്ചു കൊടുക്കും? കടക്കണിയിൽ മുങ്ങിയിരിക്കുന്ന കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? ഇതൊക്കെയല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ. ദൈവമായ കർത്താവ് ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, യോനായെ കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ കടലിലുണ്ട മീൻ മുഴുവൻ കൊത്തി തിന്നേനെ. പക്ഷേ ആ വലിച്ചെറിഞ്ഞ സ്ഥലത്ത് ഒരു തിമിംഗലം വായ തുറന്നിരിക്കുന്നു. ദൈവം വഴിയൊരുക്കി വെച്ചത് കൊണ്ടല്ലേ ആ കടൽ തീരത്ത് കൊണ്ടെന്ന് അദ്ദേഹത്തെ ഛർദ്ദിച്ചിടാനായിട്ടിടയായത്. ഒരു കേടുപോലും പറ്റാതെ ആ തിമിംഗലം
ആ കടപ്പുറത്ത് അവന് ശ്രദ്ധിച്ചിട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുവരെ ഞാൻ പറഞ്ഞത് നമ്മൾ പോകുന്ന വഴികളിലും നമ്മൾ വ്യാപരിക്കുന്ന വഴികളിലും ദൈവം വഴിക്ക് കാവലും കോട്ടയുമായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ മുന്നാലെ പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കണ്ണു തുറന്ന് നോക്കണം. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന്, ആശ്രയബോധത്തിന്റെ കണ്ണുകൾ തുറന്ന് ദൈവത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചാൽ എൻ്റെ വഴി യാത്രയിൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ പൊന്നു തമ്പുരാനെ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ സമറിയക്കാരത്തിയുമായിട്ടുള്ള അഭിമുഖത്തിൽ നാം കാണുന്നുണ്ട്. എല്ലാ തിന്മകളും ചെയ്തു നടന്ന ആ സമറിയക്കാരത്തി പെണ്ണിന് വേണ്ടി ഒരു യഹൂദൻ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു നല്ല ജീവിതം അവൾക്ക് സമ്മാനിക്കാൻ, ഒരു പുതിയ ജീവിതം അവൾക്ക് സമ്മാനിക്കാൻ ദൈവം നമുക്ക് വേണ്ടിയും കാത്തു നിൽക്കുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും നല്ലൊരു ജീവിതം തരുവാൻ, ഒരു പുതിയ ജീവിതം തരുവാൻ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ കൺവെൻഷനുകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഇടവകയിൽ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടി പോകാറുണ്ടോ? ജെറമ്യാ പ്രവാചകൻ പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഇത് പ്രോമിസാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവത്തെ കാണാതെ മറ്റു പല മേഖലകളിലേക്കല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ചിലവർ കൂട്ടുകാരൻ്റെ അടുത്തേക്ക്, സത്യദൈവത്തെ വിട്ട് അന്യദൈവത്തിൻ്റെ പക്കലേക്ക്, സുഖഭോഗങ്ങളിലേക്ക്, വിനോദയാത്രകളിലേക്ക്. ഇവിടെയൊക്കെയാണോ ദൈവം നിനക്ക് വഴി കാണിച്ചു തരുന്നത്? അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ പറഞ്ഞത്, എന്നെ നീ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ഈ ദൈവിക സ്വരം കേൾക്കാൻ നമുക്ക് കഴിയണം. ഈ ദൈവിക ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഹോസിയയുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്ന് ഞാൻ അവളെ വശീകരിച്ച് വിജനമായ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവളുടെ നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോപ്പുകൾ അവൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കും. അവളെ ഞാൻ വശീകരിച്ച് വിജനമായൊരു ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതൊരു പക്ഷെ ദൈവാലയമായിരിക്കാം, ഒരു കൺവെൻഷൻ ആയിരിക്കാം, ഒരു താമസമുള്ള ധ്യാനമായിരിക്കാം. അവളെ വശീകരിച്ച് വിജനമായ ദേശത്തെ കൂട്ടിക്കൊണ്ടുവരും. അവിടെ വെച്ച് അവളുടെ ഹൃദ്യമായി സംസാരിക്കും. എന്നിട്ട് പറയുകയാണ്, അവളുടെ നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോപ്പുകൾ അവൾക്ക് തിരിച്ചു നൽകും. നിന്റെ വിശ്വാസത്തിന്റെ മുന്തിരിത്തോപ്പുകൾ, വിശുദ്ധിയുടെ മുന്തിരിത്തോപ്പുകൾ, സൗന്ദര്യത്തിന്റെ മുന്തിരിത്തോപ്പുകൾ, നിന്റെ സമാധാനത്തിന്റെ മുന്തിരിത്തോപ്പുകൾ അവിടെ വെച്ച് കർത്താവ് തിരിച്ചു കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ, കർത്താവ് നമുക്ക് വഴിയൊരുക്കി കാത്തിരിക്കുന്നവനാണെന്നുള്ള സത്യം മറക്കരുത്. അത്രമാത്രം വാത്സല്യമാണ് നമ്മൾ ഓരോരുത്തരോടും. നമ്മൾ അലഞ്ഞു നടക്കുന്നത്, വേദനിച്ച് നടക്കുന്നത് കാണുവാൻ കർത്താവിന് സഹിക്കാൻ പറ്റില്ല. എന്നും എല്ലാവരും ചൊല്ലുന്ന ഒരു സങ്കീർത്തന ഭാഗം, 91-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നില്ലേ, നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികളിൽ ദൈവമായ കർത്താവ്
തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ കൈകളിൽ സംവഹിക്കുകയാണെന്ന്. ഇങ്ങനൊരു ദൈവത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നമ്മെ വഹിക്കുന്ന ഒരു ദൈവം, വഴികളിൽ കാത്തു നിൽക്കുന്ന ഒരു ദൈവം, പ്രതിസന്ധികളിൽ കൂട്ടിനായി നിൽക്കുന്ന ഒരു ദൈവം, കണ്ണീര് തുടയ്ക്കാൻ കാത്തു നിൽക്കുന്ന ദൈവം. ആ ദൈവത്തെ ഇന്നെങ്കിലും എൻ്റെ സഹോദര സഹോദരി നീ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഈ വലിയ ദൂത്, വളരെ പ്രയോജനമുള്ള ഈ ദൂത് നമ്മുടെ ജീവിതത്തിൽ ശക്തി പകരട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് ഒരു പ്രകാശമായി വന്നു നിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ജനതയ്ക്ക് പകല് തണലേകുവാൻ മേഘസ്തംഭവും രാത്രികാലത്ത് അഗ്നിസ്തംഭവുമായി മുന്നോട്ട് നീങ്ങിയതുപോലെ സഹോദര സഹോദരി, എന്നെയും നമ്മെയും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവരെയും കർത്താവ് നയിച്ചുകൊണ്ട് നന്മയുടെ തീരത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ദൈവമായ കർത്താവേ, എനിക്ക് മുമ്പേ നടന്ന് എനിക്ക് വേണ്ടി വഴിയൊരുക്കുകയും ആ വഴികളിൽ സംരക്ഷിച്ചിരുന്ന കർത്താവിനെ കാണുവാൻ വളരെ വൈകിപ്പോയി നാഥ, വൈകിപ്പോയി. ഇതാ ഞാനും എൻ്റെ കുടുംബവും തിരിച്ചു നടക്കുന്നു വചനത്തിലേക്ക്. ഞാനും എൻ്റെ മക്കളും തിരിച്ചു നടക്കുന്നു ബലിപീഠത്തിലേക്ക്. ഞാനും എൻ്റെ തലമുറയും തിരിച്ചു നടക്കുന്നു കാൽവരിയിലേക്ക്. ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.